ഇപ്പോൾ കവാലത്തിൻ്റെ ഒരു പാട്ട് വരുന്ന പച്ചില കൊച്ചമ്മേ പനം പൈങ്കിളി തമ്പ്രാട്ടി പാട്ടറിയും നാടോടി പൂമടന്തേ കുറിവര കഴുത്തിലെ നിറയാരൻ കുറിവരയോ വാലിലെ അരുമരുമ കുറിവരയോ ചുണ്ടത്തോ ചുണ്ടത്തോ ചെമ്പഴുക്ക തേരൈ മാണിക്യ ചെമ്പഴുക്ക ഓത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്ത് നിൽക്കയാൻ നീലമേഘം. അത് നമ്മൾ ബേസിക്കായിട്ട് നോക്കിയാൽ സിന്ധു പരിവയാണ്. അത് ഞാനിങ്ങനെ മാറ്റുന്നു വിചാരിച്ചു. നീലമേഘം എന്ന് പാടിയ സിന്ധു പരിവയില്ലേ? VT മുരളിയും MM സജീന്ദ്രനും കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, ഒരുപാട് ദശകങ്ങളായി. കുമാരമാഷുള്ള കാലം മുതൽക്കേ ഞാൻ വീട്ടിൽ വരുന്നതും ഒക്കെയാണ്. ഇങ്ങനെ നമ്മൾ ഒരു എന്താ പറയുക, ദൃശ്യമാധ്യമത്തിന് മുമ്പിൽ അഭിമുഖം ആദ്യമായിട്ടാണ്. ഞാൻ കുറേ കാലമായിട്ട് മുരളിയോട് ചോദിക്കണമെന്ന് വിചാരിച്ച ഒരു ചോദ്യം. മുരളി സ്ഥിരമായിട്ട് സംസാരിക്കുന്നതാണ് കേരളത്തിലെ നാടകങ്ങളെ കുറിച്ചിട്ട്. അത് മെയിൻ സ്ട്രീമിൽ സാധാരണ പറയുന്ന KPCCയുടെ നാടകങ്ങൾ മാത്രമല്ല, മറ്റ് KT മുംബൈൻ്റെ നാടകങ്ങളടക്കമുള്ള മറ്റെല്ലാ തരത്തിലുള്ള നാടകങ്ങളെക്കുറിച്ചും. ഈ നാടകങ്ങളൊക്കെ ഒരു വലിയ ദൗത്യം സാമൂഹ്യ ജീവിതത്തിൽ നിർവഹിച്ചിട്ടുണ്ട്. അതിപ്പം നമ്പൂതിരിമാരുടെ സമൂഹത്തിനുള്ളിലുള്ള ഒരു പരിഷ്കരണ പ്രവർത്തനമാണെങ്കിലും, സ്ത്രീകളുടെ മൊത്തം പ്രശ്നങ്ങൾ എടുക്കുകയാണെങ്കിലും, ജാതിക്കെതിരെയാണ് ഒക്കെ വലിയ സമരങ്ങൾ, കർഷക പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ സമരങ്ങൾ നയിച്ചിട്ടുണ്ട്. പക്ഷെ നാടകം ഒരു ദിവസം കണ്ടാൽ അത് തീർന്നല്ലോ. ആ നാടകത്തിൻ്റെ പ്രധാനപ്പെട്ട ചില മുദ്രകൾ വഹിക്കുന്ന പാട്ടുകളുണ്ടാവും അതിൽ. നാടകത്തിൽ പലപ്പോഴും ഇപ്പം പരിഷത്തിന് വേണ്ടി നാടകത്തിലൊക്കെ പാട്ട് എഴുതുമ്പം നമ്മൾ ചെയ്യുന്ന, എനിക്കെപ്പോഴും തോന്നാറുള്ള ചരടുകൾ കൂട്ടിക്കെട്ടുന്നൊരു പല സ്ട്രിങ്ങുണ്ടാവും. നാടകത്തിൻ്റെ പല സ്ട്രിങ്ങും വന്നിട്ടുണ്ടാവും. അതിനെല്ലാം കൂടെ കൂട്ടി ഒരു പാട്ടിലേക്ക് അവസാനം കൊണ്ട് മുറുക്കി ഒരു കിട്ടുന്ന പോലൊരു ദൗത്യമാണല്ലോ. ഈ പാട്ടുകൾ പിന്നീട് എങ്ങനെയാണ്, നാടകം നിന്ന സ്ഥലത്ത് നിന്ന് പാട്ട് ആരംഭിച്ചിട്ട് പാട്ട് എങ്ങനെയാണ് പിന്നെ ജനങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് ഈ നാടകം പറയാൻ ഉദ്ദേശിച്ച ഒരു സന്ദേശം ഉണ്ടല്ലോ, പിന്നെ പാട്ട് എങ്ങനെയാണ് അത് തുടർന്നതെന്നൊന്ന് പറയാമോ? സംഗീതം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ടല്ലോ. അത് പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു കലയായിട്ട് നമുക്ക് ഉള്ളിലേക്ക് പെട്ടെന്ന് കയറാനും, പക്ഷെ അതിനോടൊപ്പം ആശയങ്ങളൊന്നും കയറുന്നില്ല എന്നുള്ളതാണ് പുതിയ കാലത്തെ പ്രശ്നം. സംഗീതം കയറുന്നുണ്ട്, പക്ഷേ അതിനോടൊപ്പം ആശയങ്ങളൊന്നും ഉള്ളിലേക്ക് കയറുന്നില്ല എന്നാണ് പുതിയ കാലത്തെ ഒരു വിഷയത്തിന് ഞാൻ കാണുന്നത്. ഈ പുതിയ തലമുറയും പഴയ തലമുറയും. പക്ഷെ അന്ന് പാട്ടുകൾ ഉപയോഗിച്ച്, പാട്ട് നിർബന്ധമായതും എനിക്ക് തോന്നുന്നത് ഈ ആശയങ്ങൾ വഹിക്കുന്ന ഒരു സന്ദേശവാഹകനായിട്ട് തന്നെ പാട്ടുകൾ മാറണം എന്നുള്ളൊരു ഐഡിയോളജി അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ടോബിൽ ബാസിയുടെ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റാക്കി വരുമ്പോൾ ആദ്യകാലത്ത് അതിൽ ഒരുപാട് പാട്ടുകളുണ്ട്, പക്ഷെ പിന്നീട് അത് ചുരുക്കി കൊണ്ടുവരേണ്ടായത്. അതുപോലെ കോഴിക്കോട് നാടകവേദിയിൽ ഇപ്പോൾ KT മുഹമ്മദിൻ്റെ, എനിക്ക് ഏറ്റവും തോന്നിയത് KTൻ്റെ പാട്ടല്ല. കാരണം KPSC നാടകത്തിലെ പാട്ടിൻ്റെ ഒരു മാറ്റങ്ങളിൽ അത് പങ്കുവഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ സോഷ്യൽ ചേഞ്ചിൻ്റെ ഒരു ആശയങ്ങൾ പറയുന്നതിൽ വളരെ കുറവായിരുന്നു എന്ന് എൻ്റെ അഭിപ്രായം. നമ്മൾ പ്രശസ്തമായ പല പാട്ടുകളിൽ അതെല്ലാം പ്രണയഗാനങ്ങളായിട്ടും അങ്ങനെ ഒരു കവി നിലനിൽക്കുവാൻ എഴുതി വെച്ചിട്ട് ചില വരികൾ ഉള്ളടക്കങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ പ്രകടമായിട്ട് നമ്മളൊരു രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചിന്തയുടെയോ അല്ലെങ്കിൽ ഒരു സന്ദേശത്തിൻ്റെയോ ഒരവസ്ഥയിലേക്ക് എന്നെ പെട്ടെന്ന് നയിച്ചോ എന്നുള്ളത് വെച്ച് എനിക്ക് സംശയമാണ്. അതേസമയത്ത് KTയുടെ നാടകങ്ങളിലെല്ലാം കൃത്യമായിട്ട് അതുണ്ട്. നാടക ഗാനങ്ങളിൽ തെളിയട്ട വിളക്കുകൾ തമസിൻ്റെ തലവെട്ടി ഗതികെട്ട മനുഷ്യൻ്റെ മനസ്സുകൾ ഉണരട്ടെ എന്ന് പറയുന്നതിൽ ഒരു മാപ്പിളത്വവും ഇല്ല, വാക്കുകളില്ല, ഭാഷയിലില്ല. പക്ഷെ അത് KT ഉപയോഗിക്കുന്നത് മാപ്പിളപ്പാട്ടായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിനോടാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത് എന്നുള്ളൊരു സാധനം അതിൻ്റെ അകത്തുണ്ടല്ലോ. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഇവിടുത്തെ പൊതുസമൂഹത്തോട് മാത്രമല്ല, എൻ്റെ സമുദായത്തോടുമാണ് കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്നുള്ളൊരു വെച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ KT തെളിയട്ട വിളക്കുകൾ തമസിൻ്റെ തലവെട്ടി ഗതികെട്ട മനുഷ്യൻ്റെ മനസ്സുകൾ ഉണരട്ടെ എന്ന വരീനെ KT രണ്ടാക്കി മാറ്റിയാണ്. എന്താണ്? വിളക്കുകൾ തെളിയട്ടെ യാ അല്ലാ, മനസ്സുകൾ ഉണരട്ടെ യാ അല്ലാ. പണ്ട് CA ബൂക്കർ പാടുമ്പോൾ വിളക്കുകൾ തെളിയട്ടെ യാ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഒരു മാപ്പിളപ്പാട്ടിനെ തന്നെയാണ് അവരുണ്ടാക്കിയത്. പക്ഷേ ഞാൻ KTയോട് ചോദിച്ചു, പിന്നെ KT അത് ഞാനൊരു മുദ്രാവാക്യമാക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ KT പറഞ്ഞു അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. കാരണം വിളക്കുകൾ തെളിയട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ശക്തിയും, വിളക്കുകൾ തെളിയട്ടെ യാ അല്ലാ മനസ്സുകൾ ഉണരട്ടെ എന്ന് പറയുമ്പോൾ തളർന്നു പോകുന്നൊരു സാധനമാണ് അവർ വെച്ചിട്ടുള്ളത്. പക്ഷേ ഞാനത് എന്ത് വെച്ചൊരു കോറസ് ആക്കിയിട്ട് ഞാനാണത് റെക്കോർഡ് ചെയ്തത്.
അപ്പോൾ വിളക്കുകൾ തെളിയട്ടെ യാ അല്ലാ, മനസ്സുകൾ ഉണരട്ടെ യാ അല്ലാ എന്നാക്കിയപ്പോൾ ഉണ്ടായി അതിന് ശക്തി കൂടിയായി. അപ്പോൾ ഈ കേട്ടിയനോട് പറഞ്ഞതെന്ന് വെച്ചാൽ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതും. പക്ഷെ അത് അന്നത്തെ നിലയിൽ അങ്ങനെ ആവിഷ്കരിക്കാൻ കഴിഞ്ഞില്ല എന്നേ ഉള്ളൂ എന്ന് പറയാം. അപ്പോൾ ഇത് അത്രയും വലിയൊരു ആലോചന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നടന്നിട്ടുണ്ട്. ഒരു മ്യൂസിക് ഡയറക്ടറുടെ പേര് പോലും സത്യത്തിൽ ചില നാടകങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവർ കൂട്ടായി ഉണ്ടാക്കിയാണ് പല പാട്ടുകളും. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയോളജി അവർക്ക് തന്നെ അറിയാമായിരുന്നു. ഈ നാടകം എല്ലാ കാലവും ഉണ്ടാവില്ല, പാട്ടുകളുണ്ടാവും എന്നുള്ളൊരു ഐഡിയ അവർക്ക് ഉണ്ടായിരുന്ന എൻ്റെ അഭിപ്രായം. ഇപ്പോൾ വിദ്വാംബിക നായർ പിന്നെ സ്മരിപ്പിൻ ഭാരതീയരെ നമ്മിപ്പിൻ മാതൃഭൂമിയെ എന്ന് എഴുതുമ്പോൾ അത് അന്നത്തെ ഒരു നാടകത്തിൽ ഉപയോഗിച്ചതാണെങ്കിലും അത് പിന്നീട് പുറത്തു വരികയാണല്ലോ ആ നാടകം. അത് ദേശീയ സ്വാതന്ത്ര്യവും പിന്നെ ഒരു ദേശഭക്തിയും എല്ലാം കൂടിയിട്ട് ഇപ്പോൾ തിരിപ്പിൻ കൈമറാട്ടെ, ഇതെല്ലാം ഈ പഞ്ഞം തീരുമാറാട്ടെ, പിന്നെ ത്യജിപ്പിൻ ജാത്യഭിമാനം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ജാതി എന്നൊരു അഭിമാനം ത്യജിക്കാൻ അത് 38-ലോ 37-ലോ മറ്റോണ് ഈ ഇത് വരുന്നത്, ഈ കേളുനായരുടെ പാട്ടുകൾ. അപ്പോൾ ഈ പാട്ടുകളിലൂടെ ഇത് സാധിച്ചെടുക്കും എന്നുള്ളത് അവർ കണ്ണെന്നറിയാം. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ വരിക വരിക സഹചര്യ എന്ന് അംശി നാരായണപിള്ള എന്ന് പറഞ്ഞാൽ കന്യാകുമാരി ജില്ലയിലുള്ള ഒരാളാണ്. അദ്ദേഹം ഉപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പയ്യന്നൂരിൽ നിന്ന് മുതൽ കോഴിക്കോട്ട് വരെ വരുന്ന അതിൻ്റെ ഇതിൽ പാടിയൊരു പാട്ടാകുമ്പോൾ ആ പാട്ട് കേരളത്തിൽ പിന്നെ അതിജീവിച്ച് അല്ലെങ്കിൽ ഓവർകം ചെയ്തിട്ട് നിൽക്കുകയല്ലേ. പിന്നെ പി ഭാസ്കരൻ്റെ ഐക്യ കേരള ഗാനം വരുന്നു. ഐക്യ കേരള ഗാനത്തിൽ എന്താ പറയുന്നത്, ചോരയെങ്കിൽ ചോരയാലി കേരളം വരയ്ക്കുവൻ പൊരുവിൻ സഖാക്കളെ ചേരുവിൻ യുവാക്കളെ എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു പാട്ടിലൂടെ കൊണ്ടുവരുമ്പം അതിന് പിന്നെ നിലനിൽപ്പുണ്ടാവുന്നൊരു ചിന്ത അവർക്ക് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ അങ്ങോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അല്ലാതെ ഒരു പാട്ട് മാത്രമല്ലാതെ ആ പാട്ടിനകത്ത് ഈ ഉള്ളടക്കം കൂടി ഉണ്ടാവണം എന്നത് ആഗ്രഹിച്ചിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. മാപ്പിളപ്പാട്ടിൻ്റെ എലിമെൻറ്റ്സ് എന്ന് മുരളി പറഞ്ഞല്ലോ, എങ്ങനെയാണ് മാപ്പിളപ്പാട്ടിൻ്റെ എലിമെൻറ്റ്സ് അതിലേക്ക് കൊണ്ടുവന്നത്? എങ്ങനെയാണ് മാപ്പിളപ്പാട്ടിൻ്റെ രീതിയിൽ അത് ചെയ്തിരിക്കുന്നത്? അവർ ബേസിക് ആയിട്ടുള്ള ഇശലുകളുണ്ടല്ലോ, ആ ഇശലിനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത് സത്യത്തിൽ. അതുകൊണ്ടാണ് അതിനകത്തുള്ള സ്ത്രീവിരുദ്ധതയായിട്ടുള്ള പാട്ടുകൾ പോലും അവർ കൊണ്ടു നടക്കുന്നുണ്ട്. അതറിയാതെ, അതാണ് അന്നറിയാതെ. ഇപ്പം എരഞ്ഞോളി മൂസ പാടിയൊരു പാട്ടിൽ ഈ പിന്നെ ഒരു വർണ്ണനയുണ്ട്. എന്താ വെച്ചാൽ ഈ മാറിടത്തിനെ വർണ്ണിക്കുക, പിന്നെ പൊക്കിൾ ഭാഗത്ത് വയറിനെ വർണ്ണിക്കുക. അതുപോലെ എല്ലാ സാഹിത്യത്തിലും പഴയ സാഹിത്യത്തിലൊക്കെയുള്ള വെൺമണി എന്നെല്ലാം പറയുന്നതെല്ലാം ഉണ്ടാവും. പക്ഷേ ഇതിൽ പിന്നീട് ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാറിടത്തെ വർണ്ണിച്ചിട്ട് അത് ഒരു മാങ്ങ പോലെയാണ്, അതിൻ്റെ കൊട്ടയിലിട്ട് വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ചോദിക്കുന്നത് ഇത് വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ എന്നാണ്. അപ്പോൾ അത് വലിയൊരു സ്ത്രീവിരുദ്ധതയല്ലേ. കാരണം വിൽക്കുക എന്നുള്ളൊരു വാക്ക് തന്നെ അവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് ആരും ശ്രദ്ധിച്ചിട്ടേ ഇല്ല. കുട്ടി മാഷ് വരെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം ഞാനിതൊരു റിയാലിറ്റി ഷോയിൽ ഇത് അങ്ങ് പറഞ്ഞു, ഇത്രയും മോശപ്പെട്ട ഒരു സ്ത്രീവിരുദ്ധ ഗാനം ഞാൻ കേട്ടില്ല. എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം ഇവരാരും അതിനെപ്പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഈ പാട്ടിൻ്റെ സംഗീതത്തിലും അതിൻ്റെ ഈണത്തിലും അതിൻ്റെ ഈശലിലും അതിൻ്റെ താളത്തിലുമൊക്കെ ഭ്രമിച്ചു പോകുമ്പോൾ ഇത് മറന്നു പോകുന്നൊരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ടെന്ന് അർത്ഥം. ആ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു താളാത്മകതയോട് ഈ ഒരു, പക്ഷെ അത് ഇപ്പോഴും ഒരു ഞാൻ സമകാലികമായൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഇപ്പോഴും അതെന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ മാപ്പിള ഇശലുകൾ മാറിപ്പോയി. ഇപ്പോൾ മാപ്പിള ഇശലുകൾ മാറിയിട്ട് എല്ലാം ഖവാലിയിലേക്ക് പോയി. ഖവാലി എന്ന് പറയുന്നത് നമ്മളൊരു മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന സാധനമല്ല, അത് ഉത്തരേന്ത്യൻ സൂഫി സംഗീതത്തിൻ്റെ ഒരു സാധനമാണ്. അത് നമ്മൾ മാപ്പിളപ്പാട്ടാണ് തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ ഇറക്കാൻ തുടങ്ങിയതോടുകൂടി മാപ്പിളപ്പാട്ടിൻ്റെ ആ ബേസിക് സാധനവും പോയി. എല്ലാവരും ഇപ്പോൾ സിന്ധു ഭൈരവിയാണ് പാടുന്നത്, എല്ലാവരും അതോടുകൂടി മാപ്പിളപ്പാട്ട് പോയി. അപ്പോൾ ആ മാപ്പിളത്വം എന്നൊരു സാധനം എങ്ങനെ ഉണ്ടാകും? അപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം. രാഘവ മാഷ് ഒരു പാട്ട്, ഇതെനിക്ക് അതൊരു ശാസ്ത്രീയമായിട്ട് പറയാനൊന്നും ആവില്ല. കാരണം അതൊരു നോട്ട്സ് വെച്ചിട്ട് സ്വരം വെച്ചിട്ട് പറഞ്ഞാലൊന്നും ശരിയാവില്ല. അത് ആ ഈണം തന്നെ വരണം അതിന്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പോൾ ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ എന്നുള്ള ഞാൻ പാടിയ പാട്ടില്ലേ, ഇപ്പോൾ ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്ത് നിൽക്കയാണ് നീലമേഘം. അത് നമ്മൾ ബേസിക്കായിട്ട് നോക്കിയാൽ സിന്ധു ഭൈരവിയാണ്. അത് ഞാനിങ്ങനെ മാറ്റുന്നു വിചാരിച്ചു, നീലമേഘം എന്ന് പാടിയ സിന്ധു ഭൈരവിയായില്ലേ. അപ്പോൾ അത് പിന്നെ എവിടെയാണ് മാപ്പിളയായി മാറുന്നത് അല്ലേ? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ ആ സാധനത്തിനെ എങ്ങനെയാണ് ഈ മാപ്പിളത്വം എന്ന് പറഞ്ഞൊരു സാധനത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അവർ കണ്ടെത്തിയൊരു സാധനം. സിന്ധു ഭൈരവി ആക്കാതെ, സിന്ധു ഭൈരവി എന്ന് വേണമെങ്കിൽ ശാസ്ത്രീയ സംഗീതക്കാരന് ഇതിനുള്ളിൽ ഈ നോട്ട്സാണെന്ന് പറയാം, പക്ഷേ സിന്ധു ഭൈരവി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഇതിൽ രാഘവ മാഷ് ഒരു പാട്ടിൽ, ഇപ്പോൾ നമ്മൾ കാനേഷ് പൂണിൻ്റെ ഒരു പാട്ടിൽ, വളകിലുക്കി വിളിച്ചതെന്തേ
വഴിയിൽ നിന്ന് ചിരിച്ചതെൻ്റെ മയ്യണിഞ്ഞ കണ്ണുകളിൽ കവണ വെച്ച് കുലച്ചതെന്തേ. അതൊരു മാപ്പിളപ്പാട്ട് ആവണമെന്നില്ല ആ ഈണം, പക്ഷെ മാഷ് പെട്ടെന്ന് അതിൻ്റെ മാപ്പിളപ്പാട്ടാക്കുന്ന എങ്ങനെ വരാം. പൂമിരിയാളേ എൻ്റെ തേൻമൊഴിയ ആളേ എന്ന് പറയുന്ന മാപ്പിളപ്പാട്ടായി. അപ്പോൾ അവിടെ മാപ്പിളപ്പാട്ട്, അതാ ഞാൻ നേരത്തെ പറഞ്ഞത് വാതാപി ഗണപതിയും ഭജയം എന്നുള്ളത്. നമ്മൾ വാതാപി അത് വാതാപി ഗണപതി എന്ന് പറയാം മാപ്പിളപ്പാട്ടായില്ലേ. അപ്പോൾ ഈണത്തിലാണ് ഇതിൻ്റെ ഐഡൻറ്റിറ്റി കിടക്കുന്നത്. ഓരോ ക്രിസ്ത്യൻ സോങ് ആയാലും അത് പുള്ളം പാട്ടായാലും വടക്കം പാട്ടായാലും ഏത് പാട്ടിലും പിന്നെ അതിൻ്റെ ഈണത്തിലാണ് അതിൻ്റെ ഐഡൻറ്റിറ്റി കിടക്കുന്നത്, ഭാഷയിലല്ല എന്നാണ് എൻ്റെ ഒരു. അതുകൊണ്ട് മാപ്പിളപ്പാട്ടിനെ ഞാൻ മാപ്പിള സംഗീതം എന്നാണ് വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു, ഇപ്പോൾ അതിൽ തന്നെ ഈശ്വരി തന്നെ ഇവർ മാറ്റുന്ന എങ്ങനെ, ഇപ്പോൾ പൊന്നരിവാളമ്പളിയിൽ കണ്ണറിയുന്നോളെ എന്നുള്ള പാട്ട് ONV KPSC നാടകം എന്നുള്ള പുസ്തകങ്ങളുടെ ആമ്പൂത്തിൽ പറയുന്നുണ്ട്. ഇത് മാപ്പിളപ്പാട്ടിലെ കുറത്തിമട്ട് എന്ന് പറയുന്ന ഒരു ഇതിലാണ് വരുന്നത് എന്ന് പറയുന്നുണ്ട്. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്നുള്ളതാണ് അതിൻ്റെ ഇത്. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളെ. അത് തന്നെയാണ് പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. റെഡിയല്ലേ? ഓത്തുപള്ളി പാടിയൊക്കെ. ഓത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന താലം ഓർത്തു കണ്ണീർ വാർത്ത് നിൽക്കയാണ് നീലമേഘം. അപ്പോൾ മ്യൂസിക് ഡയറക്ടർമാർ എന്താ വെച്ചാൽ ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ രാഘവ മാഷ് ഓത്തുപള്ളിയിൽ നിന്നാക്കി മാറ്റുമ്പോൾ ഉണ്ടാക്കുന്ന, പക്ഷേ ഈ ബേസിൽ നിൽക്കുന്നത് ONV എഴുതിയ ആ ബേസിൽ നിന്നുകൊണ്ടല്ല ദേവരാജ മാഷ് അതിനെ മാറ്റിയെടുക്കുന്നത്. കാരണം അവിടെ മാപ്പിളപ്പാട്ടിൻ്റെ ആവശ്യമില്ല പൊന്നരിവാളമ്പള്ളി എന്നുള്ളത്. അപ്പം മ്യൂസിക് ഡയറക്ടർമാർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. അവർ ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ അവർ അതിനെ മാറ്റിയെടുക്കുന്ന ഒരു രീതിയുണ്ട്. അവർ ഏത് കൾച്ചറിലേക്കാണ് അത് വേണ്ടത്. ഇപ്പോൾ യെരുശലേമിൻ നായകനെ എന്ന് കാണുന്ന രാഘവ മാഷ് ഉണ്ടാക്കുമ്പോൾ യെരുശലേമിൻ നായകനെ എന്നു കാണും എന്ന് പറയുന്ന സിന്ധു ഭൈരവീനെയാണ്. ഇപ്പോൾ കവാലത്തിൻ്റെ ഒരു പാട്ട് വരുന്ന പച്ചില കൊച്ചമ്മേ പനം പൈങ്കിളി തമ്പ്രാട്ടി പാട്ടറിയും നാടോടി പൂമടന്തേ കുറിവര കഴുത്തിലെ നിറയാരൻ കുറിവരയോ വാലിലെ അരുമരുമ കുറിവരയോ ചുണ്ടത്തോ ചുണ്ടത്തോ ചെമ്പഴുക്ക തേതേ മാണിക്യ ചെമ്പഴുക്ക എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ സാധനവും ഒഴിവാക്കിയിട്ട് മാഷ് രാഘവ മാഷിൻ്റെയാണ് ഇത്, സിന്ധു ഭൈരവിനെയാണിത്. ഇനി ബാലമുരളീശ്വരനെ കൊണ്ട് ഇന്നലെ നീ ചൂടിയ മന്ദാരമലർക്കുടം കണ്ണൻ്റെ കയ്യിൽ ഞങ്ങൾ കണ്ടല്ലോ രാധേ. എന്തിനു സംഭ്രമം എന്തിനു ലജ്ജാഭാരം എന്തിനു സംഭ്രമം എന്തിനു ലജ്ജാഭാരം എന്തായാലും നിന്റെ സഖികളല്ലേ ഞങ്ങൾ സഖികളല്ലേ എന്ന് പറയുന്നത് അതിൻ്റെ ക്ലാസിക്കൽ സ്വഭാവത്തിൽ വന്നു. അപ്പോൾ ഈ 4 തരത്തിൽ ഒരാൾ തന്നെ ചെയ്തത്, ഒരാൾ 4 സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകണം ഒരേ സാധനത്തിനെ. മുരളി നേരത്തെ പറഞ്ഞവിടെ ഈ മാപ്പിളപ്പാട്ട് യഥാർത്ഥത്തിൽ പലതും മാപ്പിളപ്പാട്ടല്ല, കവാലിയാണ് എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയായിരിക്കും ഈ ഉത്തരേന്ത്യൻ സംഗീതമായിട്ടുള്ള കവാലി നമ്മുടെ മലബാറിൻ്റെ ഒരു സാധാരണക്കാരൻ്റെ ടേസ്റ്റിൻ്റെ പരിധിക്കുള്ളിൽ വന്നിട്ടുണ്ടാവുക? അതിൻ്റെ ഒരു ജനകീയത ഉണ്ടല്ലോ, ആളുകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു പാട്ടിലേക്ക്. അതിപ്പോൾ പുതിയ പാട്ടുകൾക്കും ഒരു താളം പിടിക്കാൻ പറ്റുന്നു, അവർക്ക് അതിൻ്റെ കൂടി ആടാൻ പറ്റുന്നു എന്നൊക്കെ ഒരു സവിശേഷത ആണല്ലോ. നമ്മളിപ്പോൾ ഒരാൾ ഇരുന്നിട്ട് നമ്മൾ കച്ചേരി നടന്ന പോലെ അല്ലല്ലോ, അതിനകത്തേക്ക് ഇൻവോൾവ്മെൻറ്റിൻ്റെ സാധ്യതകൾ, സ്പേസ് അതിനകത്തുണ്ടെന്നുള്ളൊരു ഘടകമുണ്ട് അതിനകത്ത്. കണിവിൽ കൈമുട്ടാൻ പറ്റും. പിന്നെ ആ താളാത്മകതയിലേക്ക് വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ധാരാളം വിഷയങ്ങൾ അതിനകത്തുണ്ട്. അത് ഉത്തരേന്ത്യൻ കോഴിക്കോടൻ ഭാഗങ്ങളിലൊക്കെ ധാരാളം പിന്നെ മ്യൂസീഷ്യൻസ്, രാഘവ മാഷ് തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ മാഹിയിൽ തലശ്ശേരിയിലൊക്കെ വലിയ കേയിമാരൊക്കെ ഇല്ലേ, അവരുടെയൊക്കെ കല്യാണത്തിന് വരെ അങ്ങനെ ടീമിനെ കൊണ്ടുവരും, എന്നിട്ട് ഇത് പാടിക്കും. അപ്പോൾ മാഷ് മതിലിൻ്റെ പുറത്ത്, മാഷക്ക് ക്ഷണമൊന്നുമില്ലല്ലോ, ചെറിയ കുട്ടിയല്ലേ, മതിലിൻ്റെ പുറത്ത് പോയി എന്നിട്ട് ഇത് കേൾക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിനോട് താല്പര്യം വന്നതെന്ന് മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതിപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊന്നും ആദ്യം ഉണ്ണിയാർച്ചയിലും അത് നായർ പിടിച്ച പുലിവാലിൽ തന്നെ മാഷ് ഉപയോഗിക്കുന്ന കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും എന്ന് പറയുന്ന പാട്ട് ശരിക്കും ഖവാലി രൂപമാണ് അതിനുള്ളത്. നമ്മൾ പിന്നെ പഞ്ചവർണ്ണ ഇത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ പരാമർശിക്കുക. പക്ഷേ 54-ലാണ് നിലക്കുയിൽ വരുന്നത്. അതിന് ശേഷം വന്ന നായർ പിടിച്ച പുലിവാലിൽ കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം എന്നുള്ളത് അതിനകത്തൊരു വിരുത്തം മാതിരി പാടുന്നില്ലേ. ഈ വിരുത്തം പിന്നെ താളം എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് അതിനെ കൊണ്ടുവരുന്നുണ്ടല്ലേ, അത് ഖവാലിയാണ്. പിന്നെ ഉണ്ണിയാർച്ചയിൽ മാഷ് ഉപയോഗിക്കുന്നുണ്ട് മിടുക്കി 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 എന്നൊരു പാട്ടുണ്ടായിരുന്നു. അത് ഖവാലി രൂപത്തിലാണ്. അപ്പം രാഘവ മാഷ്ക്ക് ഉണ്ടായിരുന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാഘവ മാഷ്ക്ക് ഒരു ഉത്തരേന്ത്യൻ സംഗീതമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. കാരണം മദ്രാസ് AER ബ്രിട്ടീഷുകാരുടെ കാലത്ത് മാഷ നേരെ ട്രാൻസ്ഫർ ആക്കുന്ന എന്തോ ഒരു ജപ്പാൻ യുദ്ധം എന്തോ സമയത്ത് ട്രാൻസ്ഫർ ആക്കുന്ന ഡൽഹിക്കാണ്. അപ്പോൾ ഡൽഹി AER ഇരിക്കുമ്പോൾ ഡൽഹി ഓൾ ഇന്ത്യ റേഡിയോ ആണല്ലോ. അപ്പോൾ ആ റേഡിയോയിൽ ഇവർക്ക് വിവിധ സംസ്ഥാനങ്ങളിലെ, അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ പാട്ടുകൾ കേൾക്കാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. അന്ന് സൗത്ത് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലായിരുന്നു മാഷ് അവിടെ വർക്ക് ചെയ്തിരുന്നത്. അത് കച്ചേരിയും അതുമൊക്കെ ആയിട്ടുള്ള സംഗതിയില്ല. പക്ഷേ രവീന്ദ്ര സംഗീതത്തിന് വേറെ യൂണിറ്റ് ഉണ്ട്. ഇതെല്ലാം കേൾക്കാനും സ്വാംശീകരിക്കാനുള്ള ഒരു കാര്യം, അതുകൊണ്ടൊരു ദേശീയ രീതിയിൽ അതിനെ കാണാൻ മാഷക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇതിൽ വന്നിട്ടുണ്ടാവണം. കാരണം ഈ ഖവാലി സിംഗേഴ്സിംഗ് എല്ലാം അവിടെ വന്നിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അത്രയും നല്ല പാട്ടുകാരെ കാലത്ത് അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം മാഷ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഒരു കർണാട്ടിക് ക്ലാസിക്കലാരനാണ് പോസ്റ്റ്, അതാണ് മാഷ. കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക്കിലാണ് പോസ്റ്റ്, തമ്പുരു ആർട്ടിസ്റ്റാണ്. പിന്നീട് കോഴിക്കോട് വന്നപ്പോഴാണ് സംഗീത സംവിധാനം മറ്റേ ഇതൊക്കെ ലൈറ്റ് മ്യൂസിക്കിലൊക്കെ വരുന്നത്, ദീപാസ്കരനുമായിട്ടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ ആ ഒരു സാധനം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു. പിന്നെ ഈ കോഴിക്കോട് തലശ്ശേരി പശ്ചാത്തലമായിട്ടുള്ള ഒരു പ്രദേശത്തിന് ഈ ഒരു സംഗീതധാരയെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അത് വരുന്നു, അവരുടെ കല്യാണങ്ങളിൽ വരുന്നു, കല്യാണ പാട്ടുകൾ വേറെ വരുന്നു. അപ്പോൾ ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സാധനമായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മാത്രമല്ല രാഘവ മാഷൊക്കെ സംഗീതത്തിലൊരു വേറൊരു പ്രത്യേകത എനിക്ക് തോന്നി വെച്ചാൽ, നമ്മൾ ലളിത സംഗീതത്തിൻ്റെ നവീകരണത്തിന് തന്നെ രാഘവ മാഷ് മാപ്പിളപ്പാട്ടിൻ്റെ ധാരയെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് വളരെ പ്രകടമായി കാണുന്നില്ല. ഇപ്പോൾ പൂമുറ്റത്തൊരു മുല്ല വിരിഞ്ഞു പൂമണമില്ലെന്നാരു പറഞ്ഞു പൂമ്പൊടിയും മൊഞ്ചും കാട്ടി ഞാൻ പറയും മണമുണ്ടൻ. ഇതിൻ്റെ ഉള്ളിലൊരു മാപ്പിളപ്പാട്ടുണ്ട്. പക്ഷേ അത് മാപ്പിളപ്പാട്ടാണെന്ന് നമ്മൾ മാപ്പിളപ്പാട്ടുള്ള ഗണത്തിലത് പെടുത്തുന്നില്ല. പക്ഷേ ഈ പാട്ട് സ്വരൂപിക്കുന്നതിൽ മറ്റ് ഫോക്ക് പോലെ തന്നെ മാപ്പിളപ്പാട്ടും കേരളത്തിൻ്റെ ഒരു ലളിതഗാന ധാരയെ നവീകരിക്കുന്നതിൽ മാപ്പിളപ്പാട്ട് ഒരു ഘടകമായി വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ.